സൂംബ ഡാൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പോ സൂംബ ഡാൻസിനെ അനുകൂലിക്കുന്നവരൊക്കെ പരിഷ്കൃതരും ഏതെങ്കിലും രീതിയിലൊക്കെ ചോദ്യം ചെയ്യുന്നവര് അപരിഷ്കൃതരും ആറാം നൂറ്റാണ്ടുകാരുമാ. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിട്ടുള്ള ബ്രിട്ടനിൽ നിന്നുള്ള ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ഇവിടുത്തെ പഠനത്തിന് ശേഷം ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ലെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിൽ മുഖവും മുൻകൈയും ഒക്കെ മറയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി അവള്. അവിടുത്തെ ഫ്രഷേഴ്സ് പരിപാടിയിൽ അവളുടെ വിശ്വാസത്തിന് യോജിക്കാത്തതായിട്ടുള്ള ഒരു പരിപാടി അവിടെ നടന്നു. ആ പരിപാടിയിൽ നിന്ന് ഇവള് പൂർണ്ണമായിട്ടും മാറി നിന്നു എന്ന് മാത്രമല്ല, ആ പരിപാടിക്ക് ശേഷം ഇവളുടെ തീരുമാനത്തെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ബഹുമാനിക്കുന്നു. ഇതല്ലേ ജനാധിപത്യം? നമുക്ക് സൂംബ ഡാൻസോ അതല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ വസ്ത്രങ്ങളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലല്ല ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അത് എൻ്റെ വിശ്വാസത്തിനും എൻ്റെ ആചാരങ്ങൾക്കും പറ്റുന്നില്ല എന്ന് വിശ്വസിക്കുമ്പോൾ മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സ്കൂളുകളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ലേണിംഗ് എന്നുള്ളത്, ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ലാതെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ലാതെ, ഞാൻ വസ്ത്രം ധരിക്കുന്നത് പോലെ അല്ലാതെ വസ്ത്രം ധരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അവരുടെ കൂടെയാണ് എനിക്ക് നാളെ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അവിടുന്ന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ലേണിങ് യൂണിറ്റി ആണ് നമുക്ക് ആവശ്യമുള്ളത്, യൂണിഫോമിറ്റി അല്ല. 22ാം നൂറ്റാണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ചിന്ത ലെറ്റ്സ് എഗ്രി ടു ഡിസഗ്രി എന്നുള്ളതാണ്.